എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 ലോകകപ്പ് 2026ന്റെ വേദിയിൽ നിന്നും ഇന്ന് പുറത്തുവരുന്നത് വിജയത്തിന്റെ ആഘോഷങ്ങളെ അക്ഷരാർത്ഥത്തിൽ മരണവീടിന്റെ ശോകമൂകതയിലേക്ക് തള്ളിവിട്ട നെഞ്ചു തകർക്കുന്ന ഒരു വാർത്തയാണ്. ചെന്നൈയിലെ M.A. ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ കാനഡയെ അഫ്ഗാനിസ്ഥാൻ നിഷ്കരണം തകർത്തെറിഞ്ഞെങ്കിലും ആ പടുകൂറ്റൻ വിജയത്തിനുശേഷം മൈതാനത്തരങ്ങേറിയത് ക്രിക്കറ്റ് ലോകം ഇന്നുവരെ കാണാത്തത്ര വികാരഭരിതമായ രംഗങ്ങളായിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ഇബ്രാഹിം സദ്രാൻ പുറത്താകാതെ നേടിയ 95 റൺസിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സിന്റെ പിൻബലത്തിൽ 20 ഓവറിൽ 200 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കാനഡയുടെ മുൻനിരയെ മുജീബ്, നബി, റാഷിദ് ഖാൻ എന്നിവരുടെ മാന്ത്രിക സ്പിൻ വെറും 66 റൺസിന് പകുതി പേരെയും കൂടാരം കയറ്റി തകർത്ത് തരിപ്പണമാക്കി. ഒരു വശത്ത് അഫ്ഗാൻ പട കൂറ്റൻ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ മറുവശത്ത് മറ്റു ചില മത്സരങ്ങളുടെ ഫലങ്ങളും റൺ റേറ്റിലെ സമവാക്യങ്ങളും അഫ്ഗാനിസ്ഥാനെ ലോകകപ്പിലെ സൂപ്പർ 8ൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് സ്റ്റേഡിയത്തിലേക്കെത്തിയത്. കളി അവസാനിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ തളം കിട്ടി നിന്നത് കടുത്ത നിശബ്ദതയായിരുന്നു. എന്നാൽ യഥാർത്ഥ ഹൃദയഭേദകമായ രംഗങ്ങൾ അരങ്ങേറിയത് മത്സരശേഷമുള്ള പ്രസന്റേഷൻ സെറമണിയിലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറും അഫ്ഗാൻ നായകനുമായ റാഷിദ് ഖാൻ ക്യാമറകൾക്ക് മുന്നിൽ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനാവാതെ കൊച്ചുകുട്ടികളെപ്പോലെ പൊട്ടിക്കരഞ്ഞു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, "ഇന്ന് ഞങ്ങൾ ജയിച്ചു, പക്ഷേ എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. ഈ ലോകകപ്പ് ഞങ്ങൾക്ക് വെറുമൊരു കളി മാത്രമായിരുന്നില്ല, മറിച്ച് യുദ്ധവും പട്ടിണിയും ദുരിതങ്ങളും നിറഞ്ഞ എന്റെ രാജ്യത്തെ കോടിക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ ഒരേയൊരു പ്രതീക്ഷയായിരുന്നു. അവരെ നിരാശപ്പെടുത്തിയെന്ന കുറ്റബോധം എന്റെ ജീവിത അവസാനം വരെ എന്നെ വേട്ടയാടും." എന്നാൽ കണ്ണീരൊപ്പിക്കൊണ്ട് അടുത്ത നിമിഷം റാഷിദ് ഖാൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ഏതൊരു ഭാരതീയന്റെയും നെഞ്ചൊന്ന് വിങ്ങും. "ഞങ്ങൾ പുറത്തായി, പക്ഷേ ഇനി ഞങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയും എന്റെ രണ്ടാമത്തെ വീടായ ഇന്ത്യയ്ക്ക് വേണ്ടിയാണ്. രോഹിത് ഭായിയും വിരാട് ഭായിയും ആ കപ്പ് ഉയർത്തണം. ഇന്ത്യ കപ്പടിച്ചാൽ അത് ഞങ്ങളുടെ സ്വന്തം വിജയമായി അഫ്ഗാനിസ്ഥാനിലെ ഓരോ വീടുകളിലും ഞങ്ങൾ ആഘോഷിക്കും," റാഷിദ് ഖാൻ പറഞ്ഞു. അഫ്ഗാന് സ്വന്തമായി ഒരു മൈതാനം പോലും ഇല്ലാതിരുന്ന കാലത്ത് അവരെ സ്വന്തം മക്കളെപ്പോലെ പോറ്റി വളർത്തിയ വലിയേട്ടനായ ഇന്ത്യയോടുള്ള കടപ്പാടാണ് റാഷിദിന്റെ ഓരോ കണ്ണീർത്തുള്ളിയിലും നിറഞ്ഞു നിന്നത്. എന്നാൽ ഈ വൈകാരിക നിമിഷങ്ങൾക്കിടയിലും ഇന്ത്യൻ ടീമിന്റെ അണിയറയിൽ നടക്കുന്ന ചില ഇരുണ്ട സത്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. മറുവശത്ത് സൂപ്പർ 8ൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ദയനീയ ഭവമാണ്. USA-ക്കെതിരായ മത്സരത്തിൽ ഡക്കിനു പുറത്തായ അദ്ദേഹം തീർത്തും പരാജയമായി മാറിയിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ടീമിൽ ഇടം നേടുന്നത്? ഇവിടെയാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഒളിച്ചിരിക്കുന്നത്. സ്പിന്നിനെതിരെ ലോകോത്തര നിലവാരത്തിൽ ബാറ്റ് വീശാൻ കേൾപ്പുള്ള, ഗ്രൗണ്ടിന്റെ ഏതു മൂലയ്ക്കും സിക്സറുകൾ പറത്താൻ കഴിവുള്ള നമ്മുടെ സ്വന്തം സഞ്ജു സാംസണെ പോലുള്ള മാച്ച് വിന്നറെ എന്തിനാണ് BCCI ഇപ്പോഴും ബെഞ്ചിലിരുത്തുന്നത്? ഡ്രസ്സിംഗ് റൂമിലെ രഹസ്യ സംഭാഷണങ്ങളിൽ ചില അഫ്ഗാൻ താരങ്ങൾ പോലും അത്ഭുതത്തോടെ ചോദിച്ചത്, ചെന്നൈയിലെ സ്പിൻ പിച്ചുകളിൽ തങ്ങളെപ്പോലും വിറപ്പിക്കാൻ കഴിവുള്ള സഞ്ജു സാംസണെ പുറത്തിരുത്താൻ മാത്രം എന്തു ഗൂഢാലോചനയാണ് ഇന്ത്യൻ ടീമിൽ നടക്കുന്നത്? തങ്ങളുടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട താരത്തെ തഴഞ്ഞ് ഫോമില്ലാത്തവരെ കളിപ്പിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? റാഷിദ് ഖാന്റെ ഈ മഹത്തായ സ്നേഹത്തെക്കുറിച്ചും ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ അടിയന്തരമായി തിരിച്ചിറങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ പ്രതികരണങ്ങൾ റാഷിദ് ഫോർ ഇന്ത്യ എന്നതിനൊപ്പം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലോകകപ്പിലെ ഇത്തരം അണിയറ രഹസ്യങ്ങളും മറക്കപ്പെട്ട സത്യങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക.